ഒരു 8 മന്ത് പകുതിയായപ്പോൾ മുതലേ അമ്മേൻ്റെ അടുത്ത് സ്ഥിരമായിട്ട് പറയുന്നൊരു കാര്യമാണ്, ഇനിയുള്ള ദിവസങ്ങളിൽ വീട്ടിൽ നിൽക്കുമ്പം സെറ്റുമുണ്ടോ സെറ്റ് സാരിയോ കോട്ടൺ സാരിയോ കൊടുത്ത് നിന്നിട്ട് രാവിലെയും വൈകിട്ടും വയറ് നന്നായിട്ട് വെയിൽ കൊള്ളിക്കാൻ. ഇങ്ങനെ വയറൊന്നും അധികം വെയിലൊന്നും കൊള്ളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കുട്ടി ജനിക്കുമ്പോൾ കുട്ടിക്ക് നിയോനാറ്റൽ ജോണ്ടിസ് ഉണ്ടാവുത്രേ. അതായത് കുഞ്ഞിനൊരു മഞ്ഞക്കളർ. ആദ്യം അമ്മ മാത്രം പറഞ്ഞിരുന്ന ഈ ഒരു കാര്യം പിന്നെ ചുറ്റുവട്ടത്തുള്ള പ്രായമായ ആൾക്കാരൊക്കെ പറയാൻ തുടങ്ങിയിട്ടോ. എനിക്കാണെങ്കിൽ സാരി സെറ്റുമുണ്ട് കൊടുക്കാൻ ഭയങ്കര മടിയാണ്. എന്നാലും എല്ലാവരും ഇങ്ങനെ പറയണതല്ലേ, അപ്പം നമ്മളായിട്ട് ഇങ്ങനെ അവഗണിക്കേണ്ട. ഈ കഴിഞ്ഞ 8 മാസം ഒരു ഡോക്ടറെ പോയി കാണുന്നു. അവർ പിന്നെ സ്കാൻ എഴുതാനും വൈറ്റമിൻ ഗുളിക തരാനും വേദനയായിട്ട് പോകുമ്പോൾ പ്രസവം എടുക്കാനുള്ള വ്യക്തി. 8ാം മാസത്തിൽ വയറ് വെയിൽ കൊള്ളിച്ചാൽ കുഞ്ഞിന്റെ മഞ്ഞ തടുക്കാമെന്ന അറിവ് അവർക്ക് പകർന്നു കൊടുക്കാൻ അമ്മയും നിയോനാറ്റോളജിയിൽ PhD എടുത്ത് അപ്പുറത്തെ വീട്ടിലെ സ്ത്രീകളും വേണ്ടി വന്നു. കഷ്ടപ്പെട്ട് സാരി എടുത്ത് ഈ വീഡിയോ വഴി നാട്ടുകാർക്ക് കൂടി അറിവ് പ്രദാനം ചെയ്യുന്നതിന് മുന്നേ ഇത്രയും കാലം നോക്കിയ ഡോക്ടറോട് ഇതിൽ വല്ല കഴമ്പുണ്ടോ എന്ന് ചോദിക്കാനും കൂടി മറന്നുപോയി. ജനിച്ചു കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് മഞ്ഞ ഉണ്ടാവുന്നത് അവരുടെ ബിലിറുബിൻ മെറ്റബോളിസിന് വേണ്ട ചില ലിവർ എൻസൈംസ് മെച്യൂർ ആവാത്തത് കൊണ്ടാണ്. അതല്ലെങ്കിൽ ചിലപ്പോൾ അമ്മയുടെയും കുഞ്ഞിന്റെയും ബ്ലഡ് ഗ്രൂപ്പ്സ് ഡിഫറെന്റ് ആയിട്ട് മിസ്മാച്ച് വരുന്നത് കൊണ്ട്. ഈ ഫിസിയോളജിക്കൽ ജോണ്ടിസിന്റെ ട്രീറ്റ്മെന്റ് ആയിട്ട് കുഞ്ഞുങ്ങളെ പോക്കുവെയിൽ കൊള്ളിക്കാനൊക്കെ പറയാറുണ്ട്, സൂര്യനിൽ നിന്നുള്ള ചില ഫിൽറ്റേർഡ് റേ കിട്ടാൻ വേണ്ടിയിട്ട്. അതല്ലാതെ ഈ 8ാം മാസത്തിൽ അമ്മയുടെ വയറ് വെയിൽ കൊള്ളിച്ചിട്ട് ഇത് പ്രിവെന്റ് ചെയ്യുന്ന പരിപാടിയൊന്നും ഇല്ല കേട്ടോ. ആ വെയിലിലെ ലൈറ്റ് കുഞ്ഞിന്റെ അടുത്തേക്കൊന്നും എത്തുപോലും ഇല്ല. ഇനി എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ അമ്മയ്ക്ക് കുറച്ച് വൈറ്റമിൻ ഡി കിട്ടുമായിരിക്കും. പക്ഷെ അതിന് പോലും ഈ രാവിലെയും വൈകിട്ടുള്ള പോക്കുവെയിലൊന്നും അല്ല. 11 തൊട്ട് ഒരു 2-3 മണി വരെയുള്ള നല്ല സ്ട്രോങ് വെയിലാണ് കൊള്ളേണ്ടത്. ശാസ്ത്രവും ലോകമൊക്കെ ഒരുപാട് മുന്നോട്ട് വളർന്നു. ഇനിയെങ്കിലും ഈ അറിവില്ലായ്മയൊക്കെ നിർത്തിക്കൂടെ? ഇനി ഇത് നിർത്താനോ മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കാനോ താല്പര്യമില്ലെങ്കിൽ സ്വയം ചെയ്തോളൂ. എന്തിനാണ് അറിവില്ലായ്മ മറ്റുള്ളവരോട് ഷെയർ ചെയ്ത് കുറെ പേരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ലോകത്തെ പിന്നോട്ട് നടത്തുന്നത്? നിങ്ങൾക്ക് എന്താ തോന്നണേ? കമന്റിൽ പറയണേ. പ്രസവം, പ്രസവരക്ഷ തുടങ്ങിയ കാര്യങ്ങളിലെ നാട്ടു നടപ്പൊക്കെ ശരിയാണോ എന്ന് എന്താ നിങ്ങൾ ഡോക്ടർമാരോട് ചോദിക്കാത്തത്? പ്ലീസ് കമന്റ് ആൻഡ് ഷെയർ.